ആൻഡ്രോയിഡിന്റെ 6ാമത്തെ ക്ലാസ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ആൻഡ്രോയിഡ് പ്രോജക്റ്റ് ഫ്രെയിംവർക്ക്. ആൻഡ്രോയിഡ് പ്രോജക്റ്റ് ഫ്രെയിംവർക്ക്. A project in Android Studio contains everything that defines the workspace for an app, from source code and assets to test code and build configuration. ആൻഡ്രോയിഡ് ബേസ്ഡ് ആയിട്ട് ഒരു പ്രോജക്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ. അപ്പോൾ ഈ ആൻഡ്രോയിഡ് സ്റ്റുഡിയോയുടെ പോയിന്റ് ഓഫ് വ്യൂ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് വർക്ക് സ്പേസ് വരും. ഡിഫൈൻസ് വർക്ക് സ്പേസ് ഫോർ ആൻ ആപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള എൻവയറമെന്റ്, അതിനെയാണ് നമ്മൾ വർക്ക് സ്പേസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഒരു വർക്ക് സ്പേസ് വരും. ഫ്രം സോഴ്സ് കോഡ് ആൻഡ് അസറ്റ്, ഒരു ആപ്പിന് ഒരു പ്രോഗ്രാം വേണം, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ പ്രോഗ്രാം വേണം. ആ പ്രോഗ്രാമിനെയാണ് നമ്മൾ സോഴ്സ് കോഡ് എന്ന് പറയുന്നത്. അതേപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എഴുതുന്ന പ്രോഗ്രാമും ഉണ്ട്, അല്ലാതെ തന്നെ ബിൽറ്റ് ഇൻ ആയിട്ടുള്ള മോഡ്യൂൾസ് അല്ലെങ്കിൽ കോഡുണ്ട്. അതിനെയൊക്കെ നമ്മൾ അസറ്റ് എന്ന് പറയാം. ടു ടെസ്റ്റ് കോഡ്, ആദ്യം നമ്മൾ സോഫ്റ്റ്വെയർ എഴുതുന്നു, അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നു. അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ടെക്സ്റ്റ് കോഡ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ബിൽഡ് കോൺഫിഗറേഷൻ, അവസാനം ഫൈനലായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നതിനാണ് നമ്മൾ ബിൽഡ് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിനകത്ത് ഈ കാര്യങ്ങൾ എല്ലാം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സംവിധാനം ഉണ്ട്. വർക്ക് സ്പേസ് ഉണ്ട്, അത് യൂസ് ചെയ്ത് നമുക്കത് സോഴ്സ് കോഡ് എഴുതിയിട്ട് ബാക്കിയുള്ള മോഡ്യൂൾസുമായിട്ട് നമുക്ക് അതിനെ ലൈബ്രറി മോഡ്യൂൾസുമായിട്ട് നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമ്മൾ എഴുതിയ സോഴ്സ് കോഡ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നതോ ടെസ്റ്റ് ചെയ്തിട്ട് അത് നമുക്ക് ഫൈനൽ എക്സിക്യൂഷൻ സോഫ്റ്റ്വെയറിന് വേണ്ടി നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസ് ഇതിനകത്ത് ഉണ്ട്. When a new project is started, Android Studio creates the necessary structure for all the files. ഒരു പുതിയ പ്രോജക്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പം ആൻഡ്രോയിഡ് സ്റ്റുഡിയോ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ, ആ പ്രോജക്റ്റിനകത്ത് നമുക്ക് പലതരത്തിലുള്ള ഫയൽസ് കാണും. ആ ഫയൽസ് എല്ലാം പ്രോപ്പറായിട്ട് സ്റ്റോർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സ്ട്രക്ചർ ഉണ്ടാക്കും. കാരണം ഒരു പ്രോജക്റ്റ് കോംപ്ലക്സ് ആകും തോറും അതിനകത്ത് ഒരുപാട് ഫയൽസ് വരും. എല്ലാ ഫയൽസും ഒരേ കാറ്റഗറിയിൽപ്പെട്ട ഫയൽസ് അല്ല. അപ്പൊ പല ടൈപ്പ് ഫയൽസ് കാണും. ഫയൽസ് ഓർഗനൈസ് ചെയ്ത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഫോൾഡേഴ്സ് അല്ലെങ്കിൽ ഡയറക്ടറീസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പ്രോജക്റ്റിനകത്ത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡയറക്ടറീസ് ഒക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അല്ലാതെ എല്ലാ ഫയലും കൂടെ നമ്മൾ കോമൺ ആയിട്ട് ഒരു ഫോൾഡറിനകത്ത് അല്ലെങ്കിൽ ഒരു ഡയറക്ടറിക്കകത്ത് വെക്കാറില്ല. അപ്പോൾ ആ ഡിഫറെന്റ് ഡയറക്ടറീസ് ഒക്കെ ഉള്ള അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഫയൽസ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന എൻവയറമെന്റിനാണ് നമ്മളിവിടെ നെസസറി സ്ട്രക്ചർ എന്ന് പറയുന്നത്. അടുത്തത് മോഡ്യൂൾസ്. A module is a collection of source files and build settings that are used to divide the project into discrete units of functionality. Module is a collection of source files. ഒരു പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് ഫയൽസ് കാണും. ആ പ്രോജക്റ്റിനകത്ത് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന കോൺസെപ്റ്റ് അനുസരിച്ച് ഫങ്ഷനാലിറ്റിയും ഒന്നിൽ കൂടുതൽ ഫങ്ഷനാലിറ്റി കാണും. ഓരോ ഫങ്ഷനാലിറ്റിക്കും നമുക്ക് പ്രത്യേകം പ്രോഗ്രാംസ് ആവശ്യമായിട്ട് വരും. അപ്പോൾ ഇപ്പൊ 3 ഫങ്ഷനാലിറ്റി ഉണ്ടെങ്കിൽ ആദ്യത്തെ ഫങ്ഷനാലിറ്റിക്ക് ഒരു 5 ഫയൽസ്, രണ്ടാമത്തെ ഫങ്ഷനാലിറ്റിക്ക് ഒരു 4 ഫയൽസ്, മൂന്നാമത്തെ ഫങ്ഷനാലിറ്റിക്ക് ഒരു 7 ഫയൽസ് ആണെങ്കിൽ അവിടെ നമുക്ക് ആ ഓരോ ഫങ്ഷനാലിറ്റി ഒക്കെ ബിൽഡപ്പ് ചെയ്യുന്നതിന് നമുക്ക് ഓരോ മോഡ്യൂൾ എന്ന് പറയാം. ഓരോ മോഡ്യൂളിനും ഒരു സെറ്റ് ഓഫ് സോഴ്സ് ഫയൽസ് കാണും.
അപ്പോൾ സാധാരണ ഒരു പ്രോജക്റ്റ് കോംപ്ലക്സ് ആകും തോറും മോഡ്യൂൾസിന്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും. A module is a collection of source files and build settings that is used to divide the project into discrete units of functionality. ഒരു പ്രത്യേകം ഫംഗ്ഷനാലിറ്റി, ഓരോ ഫംഗ്ഷനാലിറ്റിക്കും ഓരോ മോഡ്യൂൾ. ഫോർ എക്സാമ്പിൾ ഡേറ്റ എൻട്രി ചെയ്യാൻ വേണ്ടി ഒരു മോഡ്യൂൾ, ഡേറ്റ പ്രോസസ് ചെയ്യാൻ വേണ്ടി വേറെ മോഡ്യൂൾ, അത് കഴിഞ്ഞ് പ്രോപ്പറായിട്ട് ഔട്ട്പുട്ട് യൂസറിന് ലഭ്യമാക്കാൻ വേണ്ടി വേറെ മോഡ്യൂൾ. അപ്പോൾ അങ്ങനെ ഒരു പ്രോജക്റ്റിനകത്ത് പല മോഡ്യൂൾസ് കാണും. ഫംഗ്ഷനാലിറ്റി മാറുന്നതനുസരിച്ച് മോഡ്യൂൾസ് മാറിക്കൊണ്ടിരിക്കും. ഒരു മോഡ്യൂളിൽ തന്നെ ആ മോഡ്യൂൾ വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഫയൽസ് നമുക്ക് സ്റ്റോർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. A project can have one or many modules and one module may use another module as a dependency. ഒരു പ്രോജക്റ്റിനകത്ത് മിനിമം ഒരു മോഡ്യൂൾ മുതൽ പല മോഡ്യൂൾസ് വരെ കാണാം. ഇനി ഒരു മോഡ്യൂൾ ചിലപ്പോൾ വേറൊരു മോഡ്യൂൾ ഡിപ്പെൻഡ് ചെയ്യും. എന്ന് പറഞ്ഞാൽ എ എന്ന് പറഞ്ഞ മോഡ്യൂള് ബി എന്ന് പറഞ്ഞ മോഡ്യൂൾ ഡിപ്പെൻഡ് ചെയ്യാന്ന് വെച്ചാൽ എ എന്ന് പറഞ്ഞ മോഡ്യൂളിന് വർക്ക് ചെയ്യണമെങ്കിൽ അതിന് ബി എന്ന് പറഞ്ഞ മോഡ്യൂളിന്റെ ഡേറ്റ ആവശ്യമായിട്ട് വരും. അപ്പൊ എ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബി ആവശ്യമായിട്ട് വന്നാൽ നമ്മൾ പറയും എ ബിയെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് പറയും. അപ്പൊ പല മോഡ്യൂൾസ് കാണും. ചില സിറ്റുവേഷനിൽ ഒരു മോഡ്യൂൾസ് വേറെ മോഡ്യൂളിനെ ഡിപ്പെൻഡ് ചെയ്യും. അങ്ങനെ ഒരു മോഡ്യൂള് വേറെ മോഡ്യൂളിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത്. ഈച്ച് മോഡ്യൂൾ ക്യാൻ ബി ഇൻഡിപെൻഡന്റ്ലി ബിൽഡ്, ടെസ്റ്റഡ് ആൻഡ് ഡീബഗ്ഡ്. ഓരോ മോഡ്യൂളും നമ്മൾ പ്രത്യേകം ഡെവലപ്പ് ചെയ്യും, ടെസ്റ്റ് ചെയ്യും. ടെസ്റ്റ് ചെയ്യുമ്പോൾ പലപ്പോഴും എറേഴ്സ് കണ്ടുപിടിക്കപ്പെടാം. അങ്ങനെ എറേഴ്സ് ഉണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് നമ്മൾ ഡീബഗ് ചെയ്യണം. ഓരോ മോഡ്യൂളും പ്രത്യേകം ബിൽഡ് ചെയ്യണം, ടെസ്റ്റ് ചെയ്യണം, അതേപോലെ തന്നെ ഡീബഗ് ചെയ്യണം. Additional modules are often useful when creating code libraries within the project or when it is needed to create different sets of code and resources for different device types such as phones and wearables, but all the files are kept within the same project. പലപ്പോഴും നമുക്ക് അഡീഷണൽ ആയിട്ടുള്ള മോഡ്യൂൾസ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ആയിട്ടുള്ള മോഡ്യൂൾസ് വേണ്ടി വരും. എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും കോഡ് ലൈബ്രറീസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, പലപ്പോഴും ഒരു പ്രോജക്റ്റിനകത്ത് യൂസ് ചെയ്യുന്ന ഒരു സംവിധാനമാണ് കോഡ് ലൈബ്രറി എന്ന് പറഞ്ഞാൽ ചില കോഡ് നമുക്ക് പല പ്രോജക്റ്റിന് കോമൺ ആയിട്ട് യൂസ് ചെയ്യേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഓരോ പ്രാവശ്യവും ആ കോഡ് ഒന്നേന്ന് എഴുതാതെ അതൊരു ലൈബ്രറി ഫോമിൽ നമുക്ക് സൂക്ഷിക്കാം. ലൈബ്രറി ഫോമിൽ സൂക്ഷിച്ചാൽ ആ കോഡ് ഫ്യൂച്ചർ പ്രോജക്റ്റിൽ ആവശ്യമായിട്ട് വരുമ്പം അതെടുത്ത് നമ്മൾ ലൈബ്രറി ഫയലായിട്ട് അല്ലെങ്കിൽ ലൈബ്രറി മോഡ്യൂളായിട്ട് അത് നമ്മൾ എടുത്ത് അങ്ങ് യൂസ് ചെയ്താൽ മതി. അപ്പോൾ കോമൺ ആയിട്ടുള്ള എന്തെങ്കിലും ആക്ടിവിറ്റീസ് നമുക്ക് പല പ്രോജക്റ്റിനകത്ത് വരുന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് ഈ ലൈബ്രറി മോഡ്യൂൾസ് യൂസ് ചെയ്യാം. When creating code libraries within the project or when it is needed to create different set of code and resources for different device type. അതേപോലെ തന്നെ ഡിഫറെന്റ് സെറ്റ് ഓഫ് കോഡ്. ഇപ്പോൾ സെയിം പ്രോജക്റ്റ് നമ്മൾ ചിലപ്പോൾ പല ഡിവൈസിൽ യൂസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്താൽ അത് നമുക്ക് മൊബൈലിൽ ഫോണിൽ യൂസ് ചെയ്യാം, ചിലപ്പോൾ ഐപാഡിൽ യൂസ് ചെയ്യാം, അതേപോലെ ചിലപ്പോൾ ഒരു കമ്പ്യൂട്ടറിൽ തന്നെ യൂസ് ചെയ്യായിരിക്കും. അപ്പൊ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഡിവൈസസ് ആണ്. ആ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഡിവൈസ് മാറുന്തോറും അതാത് ഡിവൈസിൽ വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സംവിധാനം കൂടെ അതിനകത്ത് വേണ്ടി വരും. അപ്പം ഫോണിൽ നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ അതിന് കോമ്പാറ്റബിൾ ആയിട്ടുള്ള സോഴ്സ് കോഡ് വേണം. വേറബിൾസ്, ഫോൺ അല്ലാതെ വേറബിൾസ്, അതുപോലെ ആൻഡ്രോയിഡ് TV, അങ്ങനെ പല ഡിഫറെന്റ് എൻവയറമെന്റ്സ് ഉണ്ട്. ആ ഡിഫറെന്റ് എൻവയറമെന്റ്സ് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് അവിടെ ഡിഫറെന്റ് സെറ്റ്, ബട്ട് ഓൾ ദി ഫയൽസ് ആർ കെപ്റ്റ് വിത്തിൻ ദി സെയിം പ്രോജക്റ്റ്. കാരണം മൊത്തത്തിൽ ഈ പ്രോജക്റ്റ് സെയിം ആണ്, അത് പല ഡിവൈസിൽ മാറി നമ്മൾ യൂസ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ ആ ഫയൽസ് എല്ലാം കൂടെ നമ്മൾ ഒരു പ്രോജക്റ്റിനകത്ത് തന്നെ വെക്കും, പക്ഷെ അത് ഡിഫറെന്റ് മോഡ്യൂൾസിൽ വെക്കും. എന്ന് വെച്ചാൽ ഫോണിന് വേണ്ടി മാത്രം ഡെവലപ്പ് ചെയ്തതൊക്കെ ഒരു പ്രത്യേകമായിട്ട് നമ്മൾ വെക്കും. ഫോൺ അല്ലാതെ ബാക്കിയുള്ള വേറബിൾസിൽ ഡെവലപ്പ് ചെയ്തതൊക്കെ നമ്മൾ പ്രത്യേകം വെക്കും. അപ്പൊ ഇങ്ങനെ ഒരുപാട് സോഴ്സ് കോഡ് പ്രത്യേകം നമ്മൾ സെപ്പറേറ്റ് ചെയ്തൊക്കെ വെക്കേണ്ട ആവശ്യമുണ്ട്. അത് നമുക്ക് ഈ മോഡ്യൂൾ ഫോമിനകത്ത് വെക്കാം. അടുത്ത ആൻഡ്രോയിഡ് ആപ്പ് മോഡ്യൂൾ. Android app module provides a container for the app source code, resource files, and app level settings
such as the module level build file and Android manifest file. ഇതൊരു ആൻഡ്രോയിഡ് ആപ്പ് മോഡ്യൂൾ ഒരു കണ്ടെയ്നർ ആണ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് നമുക്ക് ആപ്പിന്റെ സോഴ്സ് കോഡ് എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ, അത് വർക്ക് ചെയ്യാൻ ആവശ്യമുള്ള സോഫ്റ്റ്വെയർ, അതുപോലെ റിസോഴ്സ് ഫയൽസ്. ചിലപ്പോൾ ആപ്പ് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ എഴുതുന്ന കോഡ് കൂടാതെ വേറെ ചില എക്സ്ട്രാ കോഡ്സോ അല്ലെങ്കിൽ വേറൊരു എൻവയറമെന്റിൽ നിന്ന് എക്സ്ട്രാ ഡേറ്റയൊക്കെ ആവശ്യം വരും. അതൊക്കെ എടുക്കാൻ ആവശ്യമായിട്ടുള്ള ഫയൽസിനാണ് നമ്മൾ റിസോഴ്സ് ഫയൽസ് എന്ന് പറയുന്നത്. ആൻഡ് ആപ്പ് ലെവൽ സെറ്റിംഗ്സ് സച്ച് ആസ് ദി മോഡ്യൂൾ ലെവൽ ബിൽഡ് ഫയൽ ആൻഡ് ആൻഡ്രോയിഡ് മാനിഫെസ്റ്റ് ഫയൽ. അതുപോലെ ആപ്പിന്റെ ലെവലിൽ ആപ്പിന്റെ വർക്കിങ്ങിന്റെ പോയിന്റ് ഓഫ് വ്യൂല് പല രീതിയിലുള്ള സെറ്റിംഗ്സ് നമുക്ക് ചെയ്യേണ്ടി വരും. എന്ന് വെച്ചാൽ അതിന് മോഡ്യൂൾ ലെവൽ ബിൽഡ് ഫയൽ അല്ലെങ്കിൽ ആൻഡ്രോയിഡ് മാനിഫെസ്റ്റ് ഫയലൊക്കെ അതിന്റെ എക്സാമ്പിൾസ് ആണ്. അപ്പോൾ ആപ്പിന്റെ സോഴ്സ് കോഡ് വെക്കാനായിട്ടുള്ള ഒരു കണ്ടെയ്നർ ആയിട്ട് റിസോഴ്സ് ഫയൽസ്, അതേപോലെ പല തരത്തിലുള്ള ആപ്പിന്റെ സെറ്റിംഗ്സ്, മോഡ്യൂൾ ലെവൽ ബിൽഡ് ഫയൽ ആയിരുന്നാലും ആൻഡ്രോയിഡ് മാനിഫെസ്റ്റ് ഫയൽ ആയിരുന്നാലും ഇതെല്ലാം ഡീൽ ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി ഈ ആൻഡ്രോയിഡ് ആപ്പ് മോഡ്യൂളിൽ ഉണ്ട്. When a new project is created, the default module name is app. ഒരു പുതിയ പ്രോജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിന് ഡീഫോൾട്ട് ആയിട്ടുള്ള ഒരു പേരാണ് ആപ്പ്. APP എന്നുള്ള എക്സ്റ്റൻഷനോട് കൂടി ന്യൂ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ പേര് ആപ്പ് എന്നായിരിക്കും. Android Studio offers the following types of app modules. Android Studio following type of app modules provide ചെയ്യുന്നുണ്ട്. ഫോൺ ആൻഡ് ടാബ്ലറ്റ് മോഡ്യൂൾ. ഫോണിനും ടാബ്ലറ്റിനും ഒക്കെ പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ആപ്പ് മോഡ്യൂളിനാണ് നമ്മൾ ഈ ഫോൺ ആൻഡ് ടാബ്ലറ്റ് മോഡ്യൂൾ എന്ന് പറയുന്നത്. വേറബിൾ OS മോഡ്യൂൾ, ധരിക്കാവുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം മോഡ്യൂൾ. ഈ ഫോണും ടാബ്ലറ്റും കൂടാതെ വേറെ ഇപ്പോൾ ഇന്റർനെറ്റ് ഓഫ് തിങ്സ് എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് ഡിവൈസ് വരുന്നുണ്ട്. അതിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വേറബിൾ മോഡ്യൂൾ. ആൻഡ്രോയിഡ് TV മോഡ്യൂൾ. ഇപ്പം ആൻഡ്രോയിഡ് TV പോലത്തെ വിഷ്വൽ മെക്കാനിസംസ് ഉണ്ട്, അതിനകത്ത് യൂസ് ചെയ്യാവുന്ന മോഡ്യൂൾ. ഫോൺ ആൻഡ് ടാബ്ലറ്റ് മോഡ്യൂൾ, വെയർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം മോഡ്യൂൾ ആൻഡ് ആൻഡ്രോയിഡ് TV മോഡ്യൂൾ. ഇതിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ആപ്പ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അടുത്തത് ലൈബ്രറി മോഡ്യൂൾ. ലൈബ്രറി മോഡ്യൂൾ provides a container for usable code which can be used as a dependency in other app modules or import into other projects. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ലൈബ്രറി കോൺസെപ്റ്റ്. ചിലപ്പം ചില certain സോഴ്സ് കോഡ് അല്ലെങ്കിൽ പ്രോഗ്രാംസ് നമുക്ക് പല ആപ്പിൽ നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ആ കോമൺ ആയിട്ടുള്ള ചില സോഴ്സ് കോഡ് ഉണ്ടെങ്കിൽ ഓരോ പ്രാവശ്യവും അത്തരം ആപ്പ് ഡെവലപ്പ് ചെയ്യുമ്പോൾ പ്രത്യേകം നമ്മൾ വീണ്ടും ഒന്നേന്ന് എഴുതേണ്ട ആവശ്യമില്ല. അത് നമുക്ക് ഒരു ലൈബ്രറിയിൽ സ്റ്റോർ ചെയ്യാം. അപ്പൊ അങ്ങനെ വരുമ്പം ഡിഫറെന്റ് പ്രോജക്റ്റിനകത്ത് ആ കോഡ് നമുക്ക് വീണ്ടും യൂസ് ചെയ്യാം. ഈ വീണ്ടും യൂസ് ചെയ്യാം എന്നുള്ളതിനാണ് നമ്മൾ റീയൂസബിൾ കോഡ് എന്ന് പറയുന്നത്. which can be used as a dependency in other app modules or import into other projects. അപ്പോൾ ഒരിക്കൽ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് ബാക്കി പല പ്രോജക്റ്റിലോട്ടും നമുക്കത് യൂസ് ചെയ്യുകയും ചെയ്യാം. എന്ന് പറഞ്ഞാൽ പ്രോജക്റ്റിലോട്ട് ഇമ്പോർട്ട് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ അങ്ങനെ ഇമ്പോർട്ട് ചെയ്ത് നമ്മൾ യൂസ് ചെയ്യുന്നതിന് നമുക്ക് ലൈബ്രറി ആയിട്ട് കീപ്പ് ചെയ്യാം. എപ്പോഴും റീയൂസബിൾ ആയിട്ടുള്ള ഈ സോഴ്സ് കോഡിനെയാണ് നമ്മൾ ലൈബ്രറീസ് എന്ന് പറയുന്നത്. Structurally, a library module is the same as an app module, but when built, it creates a code archive file instead of an APK, so it can't be installed on a device. Structurally പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈബ്രറി മോഡ്യൂൾ ഒരു ആപ്പ് മോഡ്യൂളിനെ പോലെയാണ്. പക്ഷെ ഇത് ഡെവലപ്പ് ചെയ്ത് കഴിയുമ്പം അത് ഒരു ആർച്ചീവ് ഫയൽ ആയിട്ടാണ് ഡെവലപ്പ് ചെയ്യുന്നത്. APK ഫയൽ ആയിട്ടല്ല, ഒരു ആർച്ചീവ് ഫയൽ ആയിട്ടാണ് ഡെവലപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് നേരിട്ടൊരു ഡിവൈസിനകത്ത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം എപ്പോഴും ലൈബ്രറി മോഡ്യൂൾസ് വേറെ ഏതെങ്കിലും കോഡിന്റെ കൂടെ കോ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് കണ്ടുവരുന്നത്. അപ്പോൾ അത് ബിൽഡപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു ബാക്കപ്പ് ഫയൽ എന്ന് പറഞ്ഞാൽ ഒരു ആർച്ചീവ് ഫയൽ ആയിട്ടാണ് ഡെവലപ്പ് ചെയ്യുന്നത്. ആൻഡ്രോയിഡ് ലൈബ്രറി. This type of library can contain all files supported in an Android project, including source code, resources, and manifest files.
ആൻഡ്രോയിഡ് ലൈബ്രറി എന്ന് പറഞ്ഞാൽ ഒരു ആൻഡ്രോയിഡ് പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ആക്ടിവിറ്റിക്ക് വേണ്ടി ഒരു ആൻഡ്രോയിഡ് പ്രോജക്റ്റിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന സോഴ്സ് കോഡ്, അതേപോലെ റിസോഴ്സസ്, അതേപോലെ മാനിഫെസ്റ്റ് ഫയൽസ്, ഇതെല്ലാം അടങ്ങിയ ഒരു സെറ്റപ്പിനെയാണ് നമ്മൾ ആൻഡ്രോയിഡ് ലൈബ്രറി എന്ന് പറയുന്നത്. The build result is an Android archive file that can be added as a dependency for the Android app modules. ഇത് നമ്മൾ ബിൽഡ് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാവുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആൻഡ്രോയിഡ് ആർച്ചീവ് ഫയലാണ്. ഇത് നമുക്കൊരു ആൻഡ്രോയിഡ് ആപ്പ് മോഡ്യൂൾസിന് ഡിപ്പെൻഡൻസി ആയിട്ട് യൂസ് ചെയ്യാം. എന്ന് വെച്ചാൽ ഓരോ പ്രാവശ്യവും ആപ്പ് നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പം ഫുൾ ആയിട്ട് ആപ്പ് ഡെവലപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. കോമൺ ആയിട്ട് ഇതിന് മുമ്പ് നമ്മൾ യൂസ് ചെയ്ത ഏതെങ്കിലും മോഡ്യൂൾസ് ആ ആപ്പിൽ യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാം. അതിനെയാണ് നമ്മൾ ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത്. അപ്പൊ എപ്പോഴും നമുക്ക് ലൈബ്രറി മോഡ്യൂൾസ് ഡിപ്പെൻഡന്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. കാരണം ഒരിക്കൽ പ്രോപ്പറായിട്ട് ഡെവലപ്പ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് പിന്നെ വീണ്ടും വീണ്ടും നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് ഉറപ്പുണ്ട്. അപ്പോൾ ഇത് ആൻഡ്രോയിഡ് ലൈബ്രറി ഡെവലപ്പ് ചെയ്ത് കഴിയുമ്പം ഒരു ആർച്ചീവ് ഫോർമാറ്റിലുള്ള ഒരു ആൻഡ്രോയിഡ് ആർച്ചീവ് ഫയൽ വരും. അത് നമുക്ക് ഒരു ഡിപ്പെൻഡൻസി ആയിട്ട് യൂസ് ചെയ്യാം. ഫ്യൂച്ചറിൽ വരുന്ന ബാക്കി പല ആൻഡ്രോയിഡ് പ്രോജക്റ്റിനകത്ത് ഇത് നമുക്ക് യൂസ് ചെയ്യാം. പ്രോജക്റ്റ് ഫയൽസ്. Java library. This type of library can contain only Java source files. ആൻഡ്രോയിഡും ജാവയായിട്ട് പലപ്പോഴും ക്ലോസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ജാവ റൊട്ടീൻസ് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ജാവ ലൈബ്രറി, ജാവ ബേസ്ഡ് സോഴ്സ് കോഡ് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ജാവ ലൈബ്രറി നമുക്ക് യൂസ് ചെയ്യാം. The build result is a Java archive jar file that can be added as a dependency for Android app modules or other Java projects. നമ്മൾ നേരത്തെ ആൻഡ്രോയിഡ് ലൈബ്രറി പറഞ്ഞപ്പോൾ അത് ആൻഡ്രോയിഡ് പ്രോജക്ട്സ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഇവിടെ ജാവ ലൈബ്രറി എന്ന് പറയുമ്പോഴും ഇതും ആൻഡ്രോയിഡ് പോലെ ജാവയും ഒരു ലൈബ്രറി ആയതുകൊണ്ട് തന്നെ ആർച്ചീവ് ഫയൽ JAR എന്ന് പറയും. ജാവ ആർച്ചീവ് ഫയൽ ഫോർമാറ്റാണ് യൂസ് ചെയ്യുന്നത്. അതും ഒരു ഡിപ്പെൻഡൻസി ആയിട്ട് ആൻഡ്രോയിഡ് ആപ്പ് മോഡ്യൂൾസിന്റെ ഒരു ഡിപ്പെൻഡൻസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ആൻഡ്രോയിഡ് കൂടാതെ ജാവ പ്രോജക്റ്റിനകത്തും ഈ ജാവ ലൈബ്രറിയിലെ ജാർ ഫയൽസ് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ കോമൺ ആയിട്ട് ഏതെങ്കിലും സോഴ്സ് കോഡ് നമുക്ക് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ടെങ്കിൽ അവിടെയെല്ലാം നമുക്ക് ഈ ജാവ ആർച്ചീവ് ഫയല് അല്ലെങ്കിൽ നമുക്ക് ആൻഡ്രോയിഡ് പ്രോജക്റ്റിനകത്ത് ജാവ പ്രോജക്റ്റിനകത്തൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. By default, the Android Studio displays the project files in the Android view. Android Studioക്കകത്ത് ഈ project files basically ഒരു Android viewയിലാണ് കാണുന്നത്. This view does not reflect the actual file hierarchy on disk, but is organized by modules and file types to simplify navigation between key sources of the project, hiding certain files or directories that are not commonly used. അപ്പോൾ ഈ ഒരു ഫയൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ദിസ് വ്യൂ ഡസ് നോട്ട് റിഫ്ലക്ട് ദി ആക്ച്വൽ ഫയൽ ഹയറാർക്കി ഓൺ ഡിസ്ക്. എന്ന് വെച്ചാൽ നമ്മൾ സെക്കൻഡറി മെമ്മറിക്കകത്ത് ഫയൽസ് സ്റ്റോർ ചെയ്യും. ഫയൽസ് പ്രോപ്പർ ആയിട്ട് ഓർഗനൈസ് ചെയ്ത് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഒരു ഡയറക്ടറി സ്ട്രക്ചർ കാണും. ആ ഡയറക്ടറി സ്ട്രക്ചർ അതേപോലെ റിഫ്ലക്ട് ചെയ്യണമെന്നില്ല. അതേസമയം ഇത് മോഡ്യൂൾസ് ആയിട്ട് ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. But is organized by modules and file types to simplify navigation between key source files of the project. എന്ന് പറഞ്ഞാൽ ഒരു പ്രോജക്റ്റിനകത്ത് ഏതൊക്കെയാണ് കീ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോഴ്സ് ഫയൽസ് അത് വളരെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനും ഒന്നിൽ നിന്ന് വേറൊന്നിലേക്ക് പോവാനും നാവിഗേറ്റ് ചെയ്യാനുള്ള ഒരു എളുപ്പം അതിനകത്ത് കാണും. ഹൈഡിങ് സർട്ടൺ ഫയൽസ് ആൻഡ് ഡയറക്ടറീസ് ദാറ്റ് ആർ നോട്ട് കോമൺലി യൂസ്ഡ്. ഇപ്പോൾ ഒരു പ്രോജക്റ്റിനകത്ത് പല ഫയൽസ് കാണും. എല്ലാ ഫയൽസും നമ്മൾ എപ്പോഴും കോമൺ ആയിട്ട് യൂസ് ചെയ്യണമെന്നില്ല. കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഫയൽസും കാണും, അതേപോലെ റെയർ ആയിട്ട് യൂസ് ചെയ്യുന്ന ഫയൽസും കാണും. ഇവിടെ നമ്മൾ ഈ ആൻഡ്രോയിഡ് വ്യൂ നമ്മൾ യൂസ് ചെയ്യുമ്പം ഇതിനകത്ത് നമ്മളെ സെക്കൻഡറി സ്റ്റോറേജിനകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്ന ഫയൽസിന്റെ എല്ലാ സ്ട്രക്ചറും അതേപോലെ നമ്മൾ കാണുന്നില്ല അല്ലെങ്കിൽ കാണിക്കുന്നില്ല. അതിന് പകരം കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഫയൽസ്, റെയർ ആയിട്ട് യൂസ് ചെയ്യുന്ന ഫയൽസിനെക്കാളും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഫയൽസ് ഒക്കെയാണ് നമ്മൾ കോമൺ ആയിട്ട് ഇതിനകത്ത് കാണിക്കുന്നത്.
അപ്പൊ ഇത് മോഡ്യൂൾ വൈസ് ഓർഗനൈസ്ഡ് സ്ട്രക്ചർ ആയിരിക്കും. Some of the structural changes compared to the structure on the disk include the following. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഡിസ്കിനകത്ത് ഫോൾഡറിനകത്തും ഫോൾഡർ ഓർഗനൈസ് സ്റ്റോർ ചെയ്യുന്ന സ്ട്രക്ചർ അല്ല, അതിൽ നിന്നും ഡിഫറെന്റ് ആയിട്ടുള്ള സ്ട്രക്ചർ ആണെന്ന് പറഞ്ഞു. അതിൽ ആ വ്യത്യാസമാണെന്ന് പറയുന്നത്. Shows all the projects build related configuration files in a top level Gradle script group. പ്രോജക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പ്രോജക്റ്റ് ഫൈനലായിട്ട് എക്സിക്യൂട്ടബിൾ ഫോം അല്ലെങ്കിൽ ബിൽഡ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കോൺഫിഗറേഷൻ ഫയൽസും നമ്മൾ ഒരു ഏറ്റവും ടോപ്പ് ലെവലില് ഗ്രേഡിൽ സ്ക്രിപ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയും, അതിൽ നമ്മൾ കാണിക്കും. അപ്പോൾ ഈ ഗ്രേഡിൽ സ്ക്രിപ്റ്റ് ഗ്രൂപ്പിനകത്ത് ഒരു പ്രോജക്റ്റ് വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ടോപ്പ് ലെവൽ ഫയൽസും കാണിക്കും. ഷോസ് ഓൾ മാനിഫെസ്റ്റ് ഫയൽസ് for each module in a module level group. When you have different manifest files for different product flavors and build types. ഓരോ മോഡ്യൂളിലുള്ള എല്ലാ മാനിഫെസ്റ്റ് ഫയൽസും മോഡ്യൂൾ ലെവലിൽ കാണിക്കും. കാരണം പലപ്പോഴും ഒരു പ്രോഡക്റ്റ് പല ഫ്ലേവറിൽ യൂസ് ചെയ്യും. ലാപ്ടോപ്പിൽ യൂസ് ചെയ്യുന്ന ഒരു ഫ്ലേവർ ഉണ്ട്, ഐപാഡ് യൂസ് ചെയ്യുന്ന വേറെ ഫ്ലേവർ ഉണ്ട്, വേറബിൾ OS യൂസ് ചെയ്യുന്ന വേറെ ഫ്ലേവർ കാണും, അതുപോലെ ആൻഡ്രോയിഡ് TV യൂസ് ചെയ്യുന്ന വേറെ ഫ്ലേവർ കാണും. അപ്പോൾ ഡിഫറെന്റ് ഇതിന് ഓരോന്നിനും പ്രത്യേകം അല്ലെങ്കിൽ വെവ്വേറെ ആയിട്ടുള്ള മാനിഫെസ്റ്റ് ഫയൽസിന്റെ ആവശ്യമുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ പ്രോജക്റ്റ് സ്ട്രക്ചർ നമ്മൾ യൂസ് ചെയ്യുന്നത്. Shows all alternative resource files in a single group instead of separate folders per resource qualifier. ഇത് കൂടാതെ ഒരു ഫയലിന് പകരം ചില സിറ്റുവേഷനിൽ ഒരു ഫയലിന് പകരം നമുക്ക് വേറെ ഫയൽ യൂസ് ചെയ്യാം. അങ്ങനെ യൂസ് ചെയ്യുന്നത് നമ്മൾ ഓൾട്ടർനേറ്റീവ് റിസോഴ്സ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഷോസ് ഓൾ ഓൾട്ടർനേറ്റീവ് റിസോഴ്സ് ഫയൽസ് ഇൻ എ സിംഗിൾ ഗ്രൂപ്പ് ഇൻസ്റ്റെഡ് ഓഫ് എ സെപ്പറേറ്റ് ഫോൾഡർ പെർ റിസോഴ്സ് ക്വാളിഫയർ. For example, all density variations of your launcher icon are visible side by side. എന്ന് വെച്ചാൽ ഒരു ആപ്പ് ലോഞ്ച് ചെയ്യാനായിട്ട് പല രീതിയിൽ നമുക്ക് ലോഞ്ച് ചെയ്യാൻ പറ്റുമായിരിക്കും. അത് ഏതൊക്കെ രീതിയിൽ ലോഞ്ച് ചെയ്യാം അതെല്ലാം സൈഡ് ബൈ സൈഡ് ആയിട്ട് കാണിക്കും. അപ്പം ഒരു കാര്യം നമുക്ക് പല രീതിയിൽ ചെയ്യാം, അതിനെയാണ് നമ്മൾ ഓൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അതെല്ലാം കൂടെ ഒരു സിംഗിൾ ഗ്രൂപ്പിൽ കാണിക്കും. അപ്പൊ ഓരോ ഏരിയയിൽ പോകുമ്പോഴും അവിടെ ഒരേ കാര്യം എങ്ങനെ ഡിഫറെന്റ് ആയിട്ട് ചെയ്യാന്നുള്ളത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. Within each Android app module, files are shown in the following groups. Manifest. ഒരു ആൻഡ്രോയിഡ് ആപ്പ് മോഡ്യൂൾ എടുക്കുമ്പം അതിനകത്ത് പല ഗ്രൂപ്പ് ഉണ്ട്. അതിലൊന്നാണ് മാനിഫെസ്റ്റ്. Contains the Android manifest.xml file. ഈ manifest എന്നുള്ള ഗ്രൂപ്പിനകത്താണ് Android manifest.xml extended markup language. Extended markup language എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം ആണ് XML. അപ്പോൾ ഈ മാനിഫെസ്റ്റിനകത്ത് Android manifest.xml ഫയൽ കാണാം. വേറൊരു ഗ്രൂപ്പാണ് Java. Contains the Java source code files separated by package name including Java unit test code. അപ്പോൾ മാനിഫെസ്റ്റ് എന്നുള്ള ഗ്രൂപ്പിനകത്ത് ആൻഡ്രോയിഡ് manifest.xml ഫയൽ കാണും. അതേപോലെ ജാവ എന്ന് പറഞ്ഞ ഗ്രൂപ്പിനകത്ത് എല്ലാ ജാവ സോഴ്സ് കോഡ് ഫയലും കാണും. അത് പ്രത്യേകം സെപ്പറേറ്റ് ചെയ്തിരിക്കും, പാക്കേജ് നെയിം വഴി സെപ്പറേറ്റ് ചെയ്തിരിക്കും, ഇൻക്ലൂഡിങ് യൂണിറ്റ് ടെസ്റ്റ് കോഡ്. ആ ജാവ യൂണിറ്റ് ടെസ്റ്റ് കോഡ് ഉൾപ്പെടെ അതിനകത്ത് കാണും. അപ്പം ജാവയായിട്ട് ബന്ധപ്പെട്ട എല്ലാ സംഗതികളും ജാവ എന്നുള്ള ഗ്രൂപ്പിനകത്തായിരിക്കും. അതേപോലെ ആൻഡ്രോയിഡ് manifest.xml ഫയൽ എല്ലാം മാനിഫെസ്റ്റ് എന്നുള്ള ഗ്രൂപ്പിനകത്തായിരിക്കും. അടുത്ത വേറെ ഗ്രൂപ്പാണ് .res. Contains all non-code resources such as XML layout, user interface strings, and bitmap images divided into corresponding sub-directories. അപ്പോൾ എല്ലാം കോഡല്ലാതെ ഡയറക്ട്ലി കോഡ് ഫോമിൽ അല്ലാത്ത റിസോഴ്സസ് എന്ന് വെച്ചാൽ എക്സ്റ്റെൻഡഡ് മാർക്കപ്പ് ലാംഗ്വേജ് ലേഔട്ട് ഉണ്ട്, യൂസർ ഇന്റർഫേസിനുള്ള സ്ട്രിങ്സ് ഉണ്ട്, പടങ്ങൾ ആൻഡ് ബിറ്റ് മാപ്പ് ഇമേജസ് ഉണ്ട്,
ഡിവൈഡ് ഇൻറ്റു കറസ്പോണ്ടിങ് സബ് ഡയറക്ടറീസ്. ഇതെല്ലാം റസ് എന്നുള്ള ഗ്രൂപ്പ്. അപ്പം ആൻഡ്രോയിഡ് മാനിഫെസ്റ്റ് ഡോട്ട് എക്സ് എം എൽ എന്നുള്ള ഫയൽ മാനിഫെസ്റ്റ് ഗ്രൂപ്പിൽ ജാവയായിട്ട് ബന്ധപ്പെട്ട സോഴ്സ് കോഡ്, പാക്കേജ് നെയിം വഴി സെപ്പറേറ്റ് ചെയ്തത്, ജെ യൂണിറ്റ് ടെസ്റ്റ് കോഡ്, അതെല്ലാം ജാവ എന്ന് പറഞ്ഞ ഗ്രൂപ്പിനകത്ത്. അതേപോലെ കോഡ് അല്ലാത്ത നോൺ കോഡ് റിസോഴ്സസ്, എക്സ് എം എൽ ലേഔട്ട്, യൂസർ ഇന്റർഫേസ് സ്ട്രിങ്സ്, ബിറ്റ് മാപ്പ് ഇമേജസ്, അതെല്ലാം നമ്മൾ റസ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിനകത്ത് വെച്ചു. ഇതിന്റെ ഡയഗ്രമാറ്റിക് ഫോം സോഫ്റ്റ്വെയറിൽ കൂടെയാണ് കാണിച്ചിരിക്കുന്നത്. ഇപ്പൊ ആപ്പിനകത്ത് മാനിഫെസ്റ്റിനകത്ത് ആൻഡ്രോയിഡ് മാനിഫെസ്റ്റ് ഡോട്ട് എക്സ് എം എൽ, അത് കഴിഞ്ഞ് ജാവ, ആ ജാവയായിട്ട് ബന്ധപ്പെട്ട് കോം മൈ കമ്പനി ഡോട്ട് ഫസ്റ്റ് ആപ്പ്, അതുപോലെ കോം മൈ കമ്പനി ഡോട്ട് ഫസ്റ്റ് ആപ്പ് ആൻഡ്രോയിഡ് ടെസ്റ്റ്. റെസിനകത്ത് ഡ്രോയബിൾ, ലേഔട്ട്, മെനു, മിപ്പ് മാപ്പ്, ലോഞ്ചർ. നമുക്ക് അത് ആപ്പ് പല രീതിയിൽ നമുക്ക് ലോഞ്ച് ചെയ്യായിരിക്കും. ആ വ്യത്യസ്തമായിട്ടുള്ള ലോഞ്ചിങ് ആക്ടിവിറ്റീസ് ഒക്കെയാണ് IC ലോഞ്ചർ ഡോട്ട് PNG, HDPI, MDPI എന്നൊക്കെ പറഞ്ഞ വാല്യൂസ്. അപ്പോൾ ഇതിനകത്ത് താഴെ ഗ്രേഡിൽ സ്ക്രിപ്റ്റ്, ബിൽഡ് ഗ്രേഡിലുണ്ട്, ഗ്രേഡിൽ റാപ്പർ പ്രോപ്പർട്ടീസ് ഉണ്ട്, പ്രോ ഗാർഡ് റൂൾസ് പ്രോ ഉണ്ട്, ഗ്രേഡിൽ പ്രോപ്പർട്ടീസ് ഉണ്ട്, സെറ്റിംഗ്സ് ഗ്രേഡിലുണ്ട്, ലോക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇതാണ് ഒരു ആൻഡ്രോയിഡ് പ്രോജക്റ്റിന്റെ ഫയലിന്റെ സ്ട്രക്ചർ. ആപ്പ്, അതിനകത്ത് 3 പ്രത്യേക ഗ്രൂപ്പ്, മാനിഫെസ്റ്റ് എന്നുള്ള ഗ്രൂപ്പ്, മാനിഫെസ്റ്റിനകത്ത് ആൻഡ്രോയിഡ് മാനിഫെസ്റ്റ് ഡോട്ട് എക്സ് എം എൽ, അത് കഴിഞ്ഞ് ജാവ എന്നുള്ള ഗ്രൂപ്പ്, അതിനകത്ത് നമ്മൾ ജാവയുടെ കോഡ് ഫുൾ വെച്ചിട്ടുണ്ടായിരിക്കും. അത് കഴിഞ്ഞ് റസ് എന്നുള്ളതിനകത്ത് അതിന്റെ ലേഔട്ട്. ഇതിനകത്ത് വീണ്ടും മൈ ഫസ്റ്റ് ആപ്പ് എന്നുള്ള അതിനകത്ത് ബിൽഡ്, ലൈബ്രറി, സോഴ്സ് കോഡ്, ആൻഡ്രോയിഡ് ടെസ്റ്റ് ഉണ്ട്, മെയിൻ ഉണ്ട്, അതിനകത്ത് ജാവയുണ്ട്, റസ് ഉണ്ട്, ഡ്രോയബിൾ ഉണ്ട്, ലേഔട്ട് ഉണ്ട്, മെനു. അപ്പം മെനു, മിറ്റ് മാപ്പ്, പല രീതിയിലുള്ള മെനു, അതിന്റെ വാല്യൂസ് ഒക്കെ നമ്മൾ റിസോഴ്സസിനകത്ത് വെച്ചേക്കും. ഇതെല്ലാം കൂടെ ആൻഡ്രോയിഡ് മാനിഫെസ്റ്റ് ഡോട്ട് എക്സ് എം എല്ലിനകത്ത് കാണും. ഇതാണ് ഒരു ജാവയുടെ പ്രോജക്റ്റ് ഫയലിന്റെ സ്ട്രക്ചർ. Okay, thank you.